ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് അരിപ്പൊടി കൊണ്ട് എങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അരി കുതിർക്കാൻ മറന്നു പോയാലും ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മട്ടരിയുടെ ചോറാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ വെള്ളരിയുടെ ചോറാണെങ്കിലും ചേർക്കാം. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി കളർ കിട്ടും നമ്മുടെ അപ്പത്തിന്. 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവ് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല കുഴിയുള്ള ഒരു പാത്രം വേണം നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്കിത് അപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഇത് പകർത്താം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഒത്തിരി തിക്കാവാനും പാടില്ല, ഒത്തിരി ലൂസാവാനും പാടില്ല. ഇനി നമുക്കിതൊരു 4 മുതൽ 5 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. തണുപ്പുള്ള രാജ്യങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സമയം വേണ്ടി വരും. അല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടും. ഇപ്പോൾ ഞങ്ങളിവിടെ തണുപ്പുള്ള രാജ്യത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ അതിന് വേണ്ടി ഒരു ചെറിയ സൂത്രം ചെയ്യാറുണ്ട്. ഞാനിവിടെ ചെയ്യാറുള്ളത് ഒരു കുക്കിംഗ് റേഞ്ച് കുറച്ച് നേരം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യും. അതിന് ശേഷം ചെറിയൊരു ചൂടായുമ്പോൾ അത് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ഒരു 4-5 മണിക്കൂർ വെക്കുമ്പോഴേക്കും നമുക്ക് നന്നായി പൊന്തി വരാറുണ്ട്. ഞാനിപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്തതിലേക്ക് ഈ മാവ് ഇറക്കി വെക്കാൻ പോവാണ്. അടിയിൽ ഞാനിങ്ങനെ ഒരു ട്രേ വെച്ചേക്കുന്നത് വേറെ ഒന്നിനുമല്ല, നമുക്ക് എങ്ങാനും ഇത് മാവ് പൊന്തി പോയാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലൊന്നും മാവ് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കിതൊരു 4-5 മണിക്കൂർ വരെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ആ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മാവ് അരച്ച് വെച്ചിട്ട് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ല വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ദോശപ്പാനാണ് വെച്ചേക്കുന്നത്. എൻ്റെ കയ്യിൽ കുഴിയുള്ള വെള്ളയപ്പ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള ചട്ടി ഇതാണ്. അപ്പോൾ ഞാനിതാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അധികം പരത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ മറിച്ചിടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കില്ലേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണം. താങ്ക്